Hello guys, welcome back to my YouTube channel. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു ടേസ്റ്റി ആൻഡ് ഈസി ആയിട്ടുള്ള ഒരു സ്വീറ്റ് റെസിപ്പി ആയിട്ടാണ്. അടിപൊളി ടേസ്റ്റാണ്, സിമ്പിളാണ്. പിന്നെ നമ്മൾ തയ്യാറാക്കുന്നത് ചെറുപയർ വെച്ചിട്ടാണ്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ചെറുപയർ വെച്ചിട്ടുണ്ടാകുമ്പോൾ ടേസ്റ്റൊക്കെ ഇങ്ങനെ ആയിരിക്കും. അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ നമുക്ക് അതിൻ്റെ പ്രിപ്പറേഷനിലേക്ക് കടക്കാം. അതിന് മുമ്പായിട്ട് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതിൻ്റെ തൊട്ടടുത്തൊരു ബെല്ലൈക്കൺ ഉണ്ട്, അതിൽ ഓൾ എന്ന ഓപ്ഷൻ കൂടി ക്ലിക്ക് ചെയ്താൽ മാത്രമേ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പം തന്നെ ലഭിക്കുകയുള്ളൂ. സോ നമ്മുടെ സ്വീറ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ആദ്യം തന്നെ ചെറുപയർ ഒരു 2 മണിക്കൂർ വെള്ളത്തിൽ സോക്ക് ചെയ്തിട്ട് എടുത്തതാണ്. അപ്പോൾ ഇതൊരു അരിപ്പയിലിട്ടിട്ട് അതിലെ വെള്ളമൊക്കെ കളഞ്ഞിട്ട് ഇതുപോലെ ഒരു പാത്രത്തിൽ വെച്ചതാണ്. അപ്പോൾ നല്ലതുപോലെ തന്നെ സോക്കാവണം. ഇതുപോലെ ഈ ഒരു ഇതിൽ വേണം നമുക്ക് ചെറുപയർ കിട്ടാനായിട്ട്. 2 hours നമ്മളിത് മാക്സിമം സോക്ക് ചെയ്യണം. ഓവർനൈറ്റിൽ വെക്കാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ അത്രയും ബെറ്ററാണ്. ഇപ്പോൾ നമ്മളിത് സോക്ക് ചെയ്ത് സെറ്റാക്കി വെച്ചിട്ടുണ്ടല്ലോ. ഇനി നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മിക്സി ജാർ എടുക്കുകയാണ്. മിക്സി ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നല്ലതുപോലെ തന്നെ ബ്ലെൻഡ് ചെയ്യുകയാണ്. 2 കപ്പ് ചെറുപയർ എടുക്കുകയാണ്. 2 കപ്പ് ചെറുപയർ നമ്മൾ കപ്പിൽ തന്നെ മെഷർ ചെയ്തിട്ട് ഇതിലേക്ക് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് നമ്മൾ സോക്ക് ചെയ്ത് വെച്ചിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ 2 കപ്പ് ചെറുപയറിലേക്ക് 2 കപ്പ് വെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത്. മെഷർ ചെയ്യുന്ന കപ്പ് ഇല്ലാത്തവരാണെന്നുണ്ടെങ്കിൽ അത് ഗ്ലാസ് യൂസ് ചെയ്താൽ മതി. 2 ഗ്ലാസ് ചെറുപയറും അതുപോലെ തന്നെ 2 ഗ്ലാസ് വെള്ളം ആ സെയിം ഗ്ലാസ്സിൽ തന്നെ മെഷർ ചെയ്യണം. കപ്പാണെങ്കിൽ ആ സെയിം കപ്പിൽ തന്നെ മെഷർ ചെയ്യണം. ഇത് നല്ലതുപോലെ തന്നെ ബ്ലെൻഡ് ചെയ്തെടുക്കണം. ഇപ്പോൾ നമ്മളിത് നല്ലതുപോലെ തന്നെ ബ്ലെൻഡ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ബൗൾ എടുത്തിട്ട് അതിലേക്ക് ഒരു അരിപ്പ വെച്ച് കൊടുത്ത് നല്ലതുപോലെ തന്നെ അരിച്ചെടുക്കുകയാണ്. ഒരു സ്പൂൺ വെച്ചിട്ട് ഇതുപോലെ ഇളക്കി കൊടുക്കുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ അരിച്ചെടുക്കാൻ പറ്റും. അപ്പോൾ സ്പൂണിൽ വെച്ച് ഇളക്കുന്ന സമയത്ത് കുത്തി ഇളക്കരുത്, ഒരിക്കലും കുത്തി ഇളക്കരുത്. അപ്പോൾ ഇത് പുറത്തേക്ക് പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ ഇതുപോലെ സ്ലോ ആയിട്ട് ഇങ്ങനെ മിക്സ് ചെയ്ത് കൊടുക്കുക. പെട്ടെന്ന് തന്നെ നമുക്ക് അരിച്ച് കിട്ടും. എൻ്റെ ഒരു ഒപ്പീനിയനിൽ നിങ്ങൾ ഇതുപോലത്തെ അരിച്ചെടുക്കാനും ഇതുപോലെ നമ്മൾ ബാറ്റേഴ്സൊക്കെ അരിച്ചെടുക്കാനും അതുപോലെ തന്നെ നമ്മൾ കേക്കിനൊക്കെ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒക്കെ അരിച്ചെടുക്കില്ലേ, അതിനൊക്കെ ഇതുപോലത്തെ അരിപ്പ് യൂസ് ചെയ്യുന്നതാവും ബെറ്റർ. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ പ്ലാസ്റ്റിക് ആണെന്നുണ്ടെങ്കിൽ നിങ്ങളത് യൂസ് ചെയ്യാം. പക്ഷേ അത് വെച്ചിട്ട് നമുക്ക് കുറച്ച് റിസ്ക് ആയിരിക്കും ചെയ്തെടുക്കാനായിട്ട്. പക്ഷേ ഇതുപോലത്തേതാവുമ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ അരിച്ചെടുക്കാനായിട്ടും പറ്റും. ഇപ്പോൾ നമ്മൾ കംപ്ലീറ്റ് ആയിട്ടും ഇത് അരിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാ നമുക്ക് നല്ല ലൂസായിട്ടാണ് നമ്മുടെ ഇത് കിട്ടിയിട്ടുള്ളത്. ചെറുപയർ നമ്മൾ ബ്ലെൻഡ് ചെയ്തെടുത്തിട്ട് കിട്ടിയിട്ടുള്ളത്. സോ ഇത് നമുക്കൊരു സൈഡിൽ മാറ്റി വെച്ചിട്ട് നമുക്ക് ബാക്കിയുള്ളതൊക്കെ എന്താ ചെയ്യേണ്ടതെന്ന് നോക്കാം. അതിനുവേണ്ടി വീണ്ടും നമ്മൾ നമ്മുടെ മിക്സി ജാർ എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 കപ്പ് കോക്കനട്ട് നമ്മൾ ഗ്രൈൻഡ് ചെയ്തതാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങൾ കോക്കനട്ട് ഗ്രൈൻഡ് ചെയ്തത് ഇട്ട് കൊടുക്കാം. 1 കപ്പാണ് ഞാൻ ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഞാൻ വീണ്ടും പറയുകയാണ്, എൻ്റെ കപ്പിൻ്റെ മെഷർമെൻറ്റ് 240 ml ആണ്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഏത് കപ്പാണോ ഉള്ളത് ആ കപ്പിൽ തന്നെ മെഷർ ചെയ്യുക. നിങ്ങൾ ചെറുപയറൊക്കെ മെഷർ ചെയ്താൽ ആ 1 കപ്പിൽ തന്നെ വേണം നിങ്ങൾ കോക്കനട്ടിൽ നിന്ന് മെഷർ ചെയ്യാനായിട്ട്. പിന്നെ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഒരു 1/4 ടേബിൾ സ്പൂണോളം ഐസിങ് ഷുഗറാണ്. അത് ചേർക്കണമെന്നില്ല, എന്തായാലും നമ്മളിതിലേക്ക് ഷുഗർ ചേർത്ത് കൊടുക്കും. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. പിന്നെ നമ്മളിതിലേക്ക് വെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത്. അതേ സെയിം കപ്പിൽ തന്നെയാണ് നമ്മൾ വെള്ളം ചേർത്ത് കൊടുക്കുന്നത്. അതേ സെയിം കപ്പിൽ തന്നെ നമുക്ക് 2 കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കാം. 2-3 കപ്പ് നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഒരു 2/4 കപ്പാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അത് ചേർത്ത് കൊടുത്ത ശേഷം നമ്മൾ ബ്ലെൻഡ് ചെയ്തെടുത്തിട്ടുണ്ട്. ബ്ലെൻഡ് ചെയ്തെടുത്തിട്ട് നമ്മളിത് ഇതുപോലെ അരിപ്പയിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. സോ നമ്മൾ ജസ്റ്റ് ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുത്താൽ മതി. ഓൾറെഡി നമ്മൾ ക്രഷ് ചെയ്തെടുത്തിട്ടുള്ള കോക്കനട്ട് അല്ലേ, അപ്പോൾ അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുത്താൽ മതി. പെട്ടെന്ന് തന്നെ നമുക്ക് ഇതുപോലെ ആയി കിട്ടും. അപ്പോൾ നമുക്ക് ഇതുപോലെയാണ് കിട്ടിയിട്ടുള്ളത്. എന്നിട്ട് നമ്മളത് അതിൻ്റെ പാല് മാത്രമായിട്ട് സെപ്പറേറ്റ് ചെയ്യുകയാണ്. സോ നമുക്കിത് 1-ാം പാല് 2-ാം പാല് അങ്ങനെയൊക്കെയല്ലേ. സോ അതിന് വേണ്ടി നമ്മളിത് വീണ്ടും സെപ്പറേറ്റ് ചെയ്യുകയാണ്. അതിന് മുൻപായിട്ട് നമ്മളിത് 2-3 തവണ വേണം അരിച്ചെടുക്കാനായിട്ട്. അതായത് ഇതുപോലെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ പോകാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വീണ്ടും അരിച്ചെടുക്കുന്നത്. കാരണം നമ്മുടെ പാലിൽ ഒട്ടും തരി പാടില്ല. സോ അതിനാണ് നമ്മൾ അങ്ങനെയും വേണ്ടി അരിച്ചെടുക്കുന്നത്. പിന്നെ ഞാൻ 240 ml സെയിം കപ്പ് തന്നെ എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ നമ്മുടെ ചെറുപയർ മെഷർ ചെയ്ത് എടുക്കുകയാണ്. സോ നിങ്ങളുടെ കയ്യിൽ ഇതേപോലെ കപ്പ് വേണമെന്നൊന്നുമില്ല, സ്റ്റീൽ കപ്പോ പ്ലാസ്റ്റിക് എങ്ങനത്തത് വേണമെങ്കിലും നിങ്ങൾക്ക് യൂസ് ചെയ്യാം. അപ്പോൾ കപ്പിന് നിങ്ങളുള്ള കപ്പിൻ്റെ മെഷർമെൻറ്റിലാണ് നമ്മളിത് മെഷർ ചെയ്ത് എടുക്കേണ്ടത്. സോ എനിക്കിത് കിട്ടിയിട്ടുള്ളത് 1/4 കപ്പാണ് കിട്ടിയിട്ടുള്ളത്. സോ ഇതേ കപ്പ് മെഷർമെൻറ്റ് വേണം നമുക്ക് നമ്മുടെ തേങ്ങാപ്പാലും അരിച്ചെടുക്കുമ്പോൾ കിട്ടേണ്ടത്. സോ രണ്ടും സെയിം ക്വാണ്ടിറ്റിയിലാണ് കിട്ടിയെന്നുണ്ടെങ്കിൽ നമ്മുടെ
നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള സ്വീറ്റ് കറക്റ്റായിട്ട് റെഡി ആവത്തുള്ളൂ. പിന്നെ നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ പാലാണ് അടുത്തത് നമ്മൾ മെഷർ ചെയ്തെടുക്കാൻ പോകുന്നത്. നമ്മൾ തേങ്ങാപ്പാലും ഇതുപോലെ തന്നെ സെയിം കപ്പിൽ തന്നെയാണ് മെഷർ ചെയ്തെടുക്കുന്നത്. തേങ്ങാപ്പാൽ നമുക്ക് 1/4 കപ്പിൽ തന്നെയാണ് കിട്ടിയിട്ടുള്ളത്. സോ നമുക്കിത് ഒന്ന് മെഷർ ചെയ്തെടുക്കാം. സോ നെക്സ്റ്റ് നമ്മൾ ആഡ് ചെയ്യുന്നത് കോൺഫ്ലോർ ആണ്. ഇനി നമ്മൾ ആഡ് ചെയ്യുന്നതാണ് കോൺഫ്ലോർ. നമ്മൾ ഇതിലേക്ക് 7 ടീസ്പൂണോളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. കാരണം ഇതിലെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആണ് കോൺഫ്ലോർ. സോ നിങ്ങൾ കോൺഫ്ലോർ തന്നെ യൂസ് ചെയ്യണം. ചില വീഡിയോസിലൊക്കെ നമ്മൾ കോൺഫ്ലോറിന് പകരം മൈദപ്പൊടി അതുപോലെ പലതും യൂസ് ചെയ്യും. സോ അതിന് കോൺഫ്ലോർ തന്നെ നിങ്ങൾ എന്തായാലും യൂസ് ചെയ്യണം. കോൺഫ്ലോർ മസ്റ്റ് ആയിട്ടുള്ള ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ് നമ്മുടെ ഈ ഒരു സ്വീറ്റ് റെസിപ്പിയിൽ. മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു 1/2 ടേബിൾ സ്പൂണോളം ചെറിയ ജീരകം പൊടിച്ചതാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത്. അത് ചേർത്ത് കൊടുത്തിട്ട് നല്ലതുപോലെ തന്നെ കട്ടകളൊന്നും ഇല്ലാതെ മിക്സ് ചെയ്തെടുക്കാം. അതിനുശേഷം നമ്മൾ ആഡ് ചെയ്യുന്നത് 1 ടേബിൾ സ്പൂണോളം ഏലക്ക പൊടിച്ചതാണ്. നല്ല ഫൈൻ പൗഡറാക്കി പൊടിച്ചത് വേണം ചേർത്ത് കൊടുക്കാനായിട്ട്. ഇതിന് നല്ലതുപോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മൾ ഏലക്കാപ്പൊടി ചേർത്ത് കൊടുക്കുന്ന ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ അത് മാക്സിമം ഈ ഒരു ഇൻഗ്രീഡിയൻറ്റ് സ്കിപ്പ് ചെയ്യാതിരിക്കുക. അതൊരു സൈഡിലേക്ക് മാറ്റി വെച്ചിട്ട് ഒരു ബൗളിൽ എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ കോഴിമുട്ട പൊട്ടിച്ച് ഒഴിച്ച് കൊടുക്കുകയാണ്. ഇതുപോലെ നമ്മൾ പൊട്ടിച്ചിട്ട് ബൗളിലേക്ക് ഒഴിച്ച് കൊടുക്കുകയാണ്. ഒന്ന് മാത്രമേ നമ്മൾ ചേർത്ത് കൊടുക്കുന്നേ ഉള്ളൂ. അത് നമ്മൾ ഇതുപോലെ ഒരു ഫോർക്ക് വെച്ചിട്ടോ അല്ലെങ്കിൽ വിസ്ക് വെച്ചിട്ടോ നല്ലതുപോലെ തന്നെ ബീറ്റ് ചെയ്ത് കൊടുക്കാം. നല്ലതുപോലെ തന്നെ മിക്സായി വരുന്നത് വരെ വേണം ബീറ്റ് ചെയ്യാനായിട്ട്. സോ ഗൈസ്, നമ്മളിപ്പോൾ നല്ലതുപോലെ തന്നെ ബീറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഫസ്റ്റ് മിക്സ് ചെയ്ത് വെച്ചിരുന്ന നമ്മുടെ ചെറുപയറിൻ്റെ മിക്സർ ഉണ്ടല്ലോ, അതിലേക്ക് നമ്മുടെ ഈ ഒരു എഗ്ഗ് ബീറ്റ് ചെയ്തത് ചേർത്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അതിനുശേഷം ഒരു ഫോർക്ക് വെച്ചിട്ട് നല്ലതുപോലെ തന്നെ ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കണം. നമ്മുടെ ഈ ഒരു ചെറുപയറിൻ്റെ മിക്സറിൽ ഇത് നല്ലോണം മിക്സ് ആവുന്നത് വരെ വേണം നമ്മൾ മിക്സ് ചെയ്യാനായിട്ട്. ഇനി നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് ഫുഡ് കളറാണ്. അപ്പോൾ ഞാൻ ഗ്രീൻ കളറാണ് ചേർത്ത് കൊടുക്കുന്നത്. ഒരു നല്ലൊരു കളറിന് വേണ്ടിയിട്ടാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങളുടെ കയ്യിൽ ഗ്രീൻ കളർ ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കയ്യിൽ ബ്ലൂ ആൻഡ് യെല്ലോ ഉണ്ടെങ്കിൽ അത് രണ്ടും മിക്സ് ചെയ്തിട്ടാണെങ്കിലും നമുക്ക് ഗ്രീൻ കളർ കിട്ടും. അത് ചേർത്ത് കൊടുത്തിട്ട് നല്ലതുപോലെ തന്നെ മിക്സ് ചെയ്താൽ നമുക്ക് നല്ലൊരു ഭംഗിയുള്ളൊരു ഗ്രീൻ കളർ കിട്ടും. ഫുഡ് കളർ ചേർത്ത് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ മുമ്പ് മാറ്റി വെച്ചിരുന്ന നമ്മുടെ കോക്കനട്ടിൻ്റെ മിക്സർ ഉണ്ടല്ലോ, അതാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. അതിലേക്ക് നമ്മളൊരു പിഞ്ച് സോൾട്ടാണ് ചേർത്ത് കൊടുക്കുന്നത്. അതുപോലെ തന്നെ നമ്മൾ ചെറുപയറിൻ്റെ മിക്സറിലേക്ക് നമ്മളൊരു പിഞ്ച് സോൾട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത് ഇഷ്ടമുള്ളത് ചേർത്ത് കൊടുത്താൽ മതി. എന്നിട്ട് രണ്ടും നല്ലതുപോലെ തന്നെ മിക്സ് ചെയ്യാം. ഒരു പിഞ്ച് ഉപ്പ് മാത്രം ചേർത്ത് കൊടുക്കാൻ പാടുള്ളൂ. ഓവർ ചേർത്ത് കൊടുത്താൽ ഉപ്പിൻ്റെ കുത്തയിൽ വരും. അപ്പോൾ നമ്മൾ ലൈറ്റായിട്ടൊരു പിഞ്ച് ഓഫ് സാൾട്ട് മാത്രമേ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുള്ളൂ. അത് എന്നിട്ട് മാറ്റി വയ്ക്കാം. ഞാനിവിടെ 1 കപ്പ് ഷുഗർ എടുത്തിട്ടുണ്ട്. അത് നമുക്ക് മാറ്റി വയ്ക്കാം. പിന്നെ അതുപോലെ തന്നെ നമ്മൾ നമ്മുടെ സ്വീറ്റ് റെഡിയാക്കുന്ന പ്ലേറ്റ് ഗ്രീസ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് ഓയിലും എടുത്തിട്ടുണ്ട്. ഇനി നമ്മളൊരു ബ്രഷ് കൊണ്ട് നമ്മൾ ഇതുപോലത്തെ പ്ലേറ്റാണ് എടുത്തിട്ടുള്ളത്. സാധാ സ്റ്റീൽ പ്ലേറ്റ്, കുറച്ച് സൈസ് കൂടുതലുള്ളതാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതിന് പ്രത്യേകിച്ച് മോൾഡിൻ്റെ ഒന്നും ആവശ്യമില്ല. എല്ലാവർക്കും തയ്യാറാക്കാൻ പറ്റിയിട്ടുള്ള ഒരു ഈസി ആൻഡ് സിമ്പിൾ റെസിപ്പിയാണ്. അപ്പോൾ നമ്മൾ ഇതുപോലെ ഓയിൽ വെച്ചിട്ട് നല്ലതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു സ്റ്റീൽ പ്ലേറ്റ് ഗ്രീസ് ചെയ്ത് എടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഇതിലേക്ക് ഇനി ബാറ്റർ ഒഴിച്ച് കൊടുക്കുക. അല്ല, നമുക്ക് കുറച്ചുകൂടി പരിപാടി ഉണ്ട്. അതിന് മുന്നേ തന്നെ നമ്മളിത് ഗ്രീസ് ചെയ്ത് വെക്കണം. എങ്കിലേ നമ്മളിത് പെട്ടെന്ന് തന്നെ നമുക്ക് ഡിമോൾഡ് ചെയ്തെടുക്കാൻ പറ്റുള്ളൂ. നമ്മൾ നെക്സ്റ്റ് സ്റ്റെപ്പിന് വേണ്ടിയിട്ട് ഞാൻ ഇതുപോലത്തെ ഒരു പാത്രമാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് സോസ് പാൻ യൂസ് ചെയ്യാവുന്നതാണ്. അതിലേക്ക് നമ്മൾ ഫസ്റ്റ് നമ്മൾ എന്താ ആഡ് ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളുടെ ചെറുപയറിൻ്റെ മിക്സറാണ് ആഡ് ചെയ്യുന്നത്. അത് മുഴുവനായിട്ട് നമ്മൾ ഈ ഒരു പാത്രത്തിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഒരിക്കലും ഫ്ലെയിം നിങ്ങൾ ഹൈയിൽ ഇടരുത്. അതുപോലെ തന്നെ ലോ ആക്കിയും വെക്കരുത്. ഒരു മീഡിയമിൽ വേണം നിങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട്. എന്നിട്ട് ഇതുപോലെ തന്നെ ഇങ്ങനെ സ്റ്റവ് ഓൺ ആക്കിയ ശേഷം ഇതുപോലെ സ്പാച്ചിൽ വെച്ചിട്ട് നല്ലതുപോലെ തന്നെ മിക്സ് ചെയ്യാം. നിങ്ങളുടെ കയ്യിൽ സ്പാച്ചിൽ ഇല്ലാന്നുണ്ടെങ്കിൽ പ്ലാസ്റ്റിക് ടൈപ്പ് വിസ്കോ എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതുപോലെ ഇങ്ങനെ സ്ലോ ആയിട്ട് ഇങ്ങനെ മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇത് അടിയിലൊന്നും പറ്റി പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ മിക്സ് ചെയ്യുന്നത്. അത് നമ്മൾ മിക്സ് ചെയ്യാതിരുന്നാൽ ഇത് അടിയിൽ പറ്റി പിടിക്കും. അപ്പോൾ നമ്മുടെ സംഭവം മൊത്തം കേടായി പോവും.
ഏകദേശം ഒരു 5 മിനിറ്റ് കഴിഞ്ഞപ്പോൾ നമ്മുടെ ചെറുപയറിൻ്റെ മിക്സർ നല്ലതുപോലെ തന്നെ തിക്കായി കിട്ടിയിട്ടുണ്ട്. ഇതുപോലെ വേണം നമുക്ക് കിട്ടാനായിട്ട്, കട്ടകളൊന്നും ഇല്ല, നല്ലതുപോലെ തന്നെ തിക്കായി കിട്ടണം. ഈ സമയത്താണ് നമ്മുടെ മിൽക്കിൻ്റെ മിക്സർ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. നമ്മൾ തേങ്ങാപ്പാലിലേക്ക് നമ്മൾ ഏലക്കൊക്കെ ചേർത്ത് നല്ലതുപോലെ തന്നെ മിക്സ് ചെയ്ത് വെച്ചിരുന്നില്ലേ, അതാണ് നമ്മൾ ഇതിലേക്ക് നെക്സ്റ്റ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ചെറുപയറിൻ്റെ മിക്സർ നല്ല തിക്കായതിന് ശേഷം മാത്രമേ ഇത് ചേർത്ത് കൊടുക്കാൻ പാടുള്ളൂ. എന്നിട്ടിത് കുറച്ച് സമയം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മുടെ ചെറുപയർ മിക്സറും അതുപോലെ തന്നെ കോക്കനട്ട് മിക്സറും നല്ലതുപോലെ തന്നെ മിക്സ് ആകുന്നത് വരെ നമ്മൾ ഇളക്കി കൊടുത്തോണ്ടേ ഇരിക്കണം. നല്ലവണ്ണം മിക്സായി കുറച്ചൊക്കെ തിക്കായി വരുന്ന ടൈമിലാണ് നമ്മൾ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നത്. ഇപ്പോൾ ഞാനിതിലേക്ക് 1 കപ്പാണ് ചേർത്ത് കൊടുക്കുന്നത്. 240 ml കപ്പിൽ 1 കപ്പാണ് ഞാനിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ട് നല്ലതുപോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം. ഷുഗറൊക്കെ നല്ലോണം മെൽട്ടായതിന് ശേഷം മാത്രം ഒരു 1/4 കപ്പോളം ഓയിൽ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നിങ്ങൾ സൺഫ്ലവർ ഓയിൽ വേണം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാനായിട്ട്. കോക്കനട്ട് ഓയിൽ ഒരിക്കലും ചേർത്ത് കൊടുക്കരുത്. അപ്പോൾ നമ്മുടെ ഈ ഒരു സ്വീറ്റ് റെസിപ്പീൻ്റെ ടേസ്റ്റ് തന്നെ ആകെ മാറിപ്പോവും. അപ്പോൾ നിങ്ങൾ സൺഫ്ലവർ ഓയിൽ മാത്രം ചേർത്ത് കൊടുക്കാൻ പാടുള്ളൂ. അത് ചേർത്ത് കൊടുത്തിട്ട് ഓയിൽ ഇതിൽ നല്ലോണം മിക്സ് ആകുന്നത് വരെ ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം. ഇപ്പം നമ്മുടെ മിക്സർ നമുക്ക് ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് കിട്ടിയിട്ടുള്ളത്. ഈ ഒരു കൺസിസ്റ്റൻസി ആവുന്നത് വരെ വേണം നിങ്ങൾ മിക്സ് ചെയ്യാനായിട്ട്. ഇപ്പോൾ എല്ലാതും നല്ലോണം മിക്സായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിത് ഒരു സൈഡിലേക്ക് മാറ്റി വയ്ക്കാം. ഇനി നമ്മൾ മുമ്പ് ഗ്രീസ് ചെയ്തെടുത്ത പാനിലേക്ക് കുറച്ച് കാഷ്യൂ നട്ട് ഇതുപോലെ വെച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ ബാറ്റർ ഒഴിച്ച് കൊടുക്കുകയാണ്. ബാറ്റർ കുറേശ്ശായിട്ട് ഒഴിച്ച് കൊടുക്കുക. ഇതേപോലെയാണ് ഒഴിച്ച് കൊടുക്കേണ്ടത്. മുഴുവനായിട്ട് ഇതാക്കരുത്. ഓരോ സൈഡിലേക്കും ഇതുപോലെ പതുക്കെ ഇങ്ങനെ ഒഴിച്ച് കൊടുക്കാം. എല്ലായിടത്തും സ്പ്രെഡ് ആവുന്ന രീതിയിൽ വേണം ഒഴിച്ച് കൊടുക്കാനായിട്ട്. ഈ ഒരു രീതിയിലാണ് നിങ്ങൾ ഒഴിച്ച് കൊടുക്കേണ്ടത്. അതായത് ഇതുപോലെ നമ്മുടെ കേക്ക് ബാറ്ററിൻ്റെ പോലെ ആയിരിക്കും നമ്മളിതിൻ്റെ കൺസിസ്റ്റൻസി. അപ്പോൾ ഈ കൺസിസ്റ്റൻസി ആകുമ്പോൾ മാത്രമേ നിങ്ങൾ ഫ്ലെയിം ഓഫാക്കാൻ പാടുള്ളൂ. ഇതിനേക്കാളും കുറച്ചും കൂടി ലൂസായിട്ടാവും നിങ്ങൾക്ക് നമ്മൾ കുക്ക് ചെയ്യുന്ന സമയത്ത്, നമ്മൾ തിക്കാക്കി എടുക്കുന്ന സമയത്ത് ഉണ്ടാവുക. പിന്നെ അതിൽ നിന്ന് ചൂടാറുമ്പോൾ നിങ്ങൾക്ക് ഈ ഒരു കൺസിസ്റ്റൻസിയിൽ കിട്ടും. അപ്പോൾ ഞാൻ വീഡിയോയിൽ നേരത്തെ കാണിച്ച പോലത്തെ കൺസിസ്റ്റൻസി ആകുമ്പോൾ നിങ്ങൾ ഫ്ലെയിം ഓഫ് ആക്കാൻ പാടുള്ളൂ. ഈ ഒരു കൺസിസ്റ്റൻസിയിൽ കിട്ടിയാൽ മാത്രമേ നല്ലതുപോലെ തന്നെ ഇത് സെറ്റ് ആകത്തുള്ളൂ. നമ്മളിത് മുഴുവനായിട്ടും ഇപ്പോൾ ഒഴിച്ചിട്ടുണ്ട്. ഇതുപോലെ ആയിട്ടുണ്ട്. അപ്പോൾ ഇത് കാണാനൊരു ബോറല്ല. അപ്പോൾ നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സ്പ്രെഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു സ്പൂണ് വെച്ചിട്ട് ഇതുപോലെ ചെയ്ത് കൊടുക്കുകയാണ്. സ്ലോയിൽ വേണം ചെയ്യാനായിട്ട്. കുത്തി ഇളക്കരുത്. പടിയിലുള്ള കാഷ്യൂ നട്ട്സ് ഒക്കെ മുകളിലേക്ക് പൊന്തി വരും. സോ നിങ്ങൾക്ക് ഏത് നട്ട്സ് യൂസ് ചെയ്യും. ഞാനിപ്പോൾ കാഷ്യൂ ആണ് മെയിനായിട്ട് എല്ലാവരും യൂസ് ചെയ്യാറുള്ളത്. അതുകൊണ്ട് ഞാൻ കാഷ്യൂ യൂസ് ചെയ്തിട്ടുള്ളത്. എല്ലായിടത്തും അവൈലബിൾ ആയിട്ടുള്ളതും കാഷ്യൂ ആയിരിക്കുമല്ലോ. അപ്പോൾ ഞാൻ കാഷ്യൂ യൂസ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് നിങ്ങളുടെ കയ്യിൽ ഏത് നട്ട്സ് വേണമെങ്കിലും യൂസ് ചെയ്യാം. അപ്പോൾ കടിക്കാനൊരു ടേസ്റ്റ് ആയിരിക്കും. ഇപ്പോൾ നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് സ്പ്രെഡ് ചെയ്ത് കുറച്ച് സമയം ഒന്ന് സൈഡിൽ മാറ്റി വയ്ക്കുകയാണ് നല്ലോണം സെറ്റ് ആവാൻ വേണ്ടിയിട്ട്. എന്നിട്ട് നമ്മൾ ഡിമോൾഡ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. 10 മിനിറ്റ് കഴിഞ്ഞ് ഞാൻ എടുത്ത് നോക്കി. അപ്പോൾ നമ്മുടെ കിണ്ണത്തപ്പം നല്ല ടേസ്റ്റി ആൻഡ് സോഫ്റ്റായിട്ട് റെഡി ആയിട്ടുണ്ട്. ഞാൻ കട്ട് ചെയ്ത് നോക്കി. നല്ല ടേസ്റ്റാണ്. വായിൽ വെക്കുമ്പോൾ തന്നെ അരിഞ്ഞു പോകും. പുഡിങ്ങിൻ്റെ പോലെയാണ് നമ്മുടെ ഒരു കിണ്ണത്തപ്പം നമുക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എൻ്റെ ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോ കാണുന്നതുവരെ ബൈ, ടേക്ക് കെയർ, ലവ് യു ഓൾ, താങ്ക്സ് ഫോർ വാച്ചിങ്.